നമസ്കാരം. അധികാരം ഒരു കണ്ണാടി പോലെയാണ്. അതിൽ നോക്കുന്ന ശരിയായ ഒരു നേതാവിന് സ്വന്തം പ്രതിബിംബം മാത്രമല്ല, സ്വന്തം പരിമിതികളും പരിധികളും കൂടി കാണാൻ കഴിയണം. വൈറ്റ് ഹൌസിന്റെ ഉള്ളിൽ നിന്ന് ലോകത്തെ മാറ്റാമെന്ന ആത്മവിശ്വാസത്തോടെ കടന്നു വന്ന പല നേതാക്കളും ഒടുവിൽ ഒരു കോടതി മുറിയുടെ നിശബ്ദതയിൽ സ്വന്തം അധികാരത്തിന്റെ അതിരുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ നിൽക്കുന്നത് അത്തരം ഒരു വെല്ലുവിളിയാണ്. H-1B വിസ ചുമത്തിയ $1,00,000 ഫീസ് അമേരിക്കൻ കോടതി റദ്ദാക്കി. ഇതോടെ ട്രംപിന്റെ വിസ നയമല്ല ചോദ്യം ചെയ്യപ്പെട്ടത്, മറിച്ച് അധികാര പ്രയോഗത്തിന്റെ രാഷ്ട്രീയവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി ഫെഡറൽ ജഡ്ജിയാണ് ഉത്തരവിട്ടത്. ഇത് നിയമവിരുദ്ധമാണെന്നും US ഫെഡറൽ ജഡ്ജി ചൂണ്ടിക്കാണിച്ചു. ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ലിയോ സോറോക്കിനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ഉത്തരവ് റദ്ദാക്കിയത്. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപ് ഈ ഭീമമായ ഫീസ് വർധന പ്രഖ്യാപിച്ചിരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രചരണത്തിന് തിരിച്ചടിയായ തീരുമാനത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയുടെ കേന്ദ്രബിന്ദു എപ്പോഴും ശക്തി പ്രകടനമായിരുന്നു. കുടിയേറ്റം, വ്യാപാരം, നികുതി, വിദേശ നയം എല്ലായിടത്തും അദ്ദേഹം പ്രസിഡന്റിന്റെ അധികാരത്തെ പരമാവധി പ്രയോഗിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കണമെന്ന പേരിൽ H-1B വിസ പദ്ധതിക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായിരുന്നു. പുതിയ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അത്യന്തം ചെലവേറിയതാക്കുക എന്നതായിരുന്നു $1,00,000 ഫീസിന്റെ രാഷ്ട്രീയ ഭീഷണി. എന്നാൽ ഒരു പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി നിയമത്തിന്റെ അതിരുകൾ കടക്കാമോ എന്ന ചോദ്യമാണ് ഒടുവിൽ കോടതിയിലെത്തിയത്. കോടതിയുടെ മറുപടി വ്യക്തമായിരുന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് നികുതി സ്വഭാവമുള്ള ഒരു ഫീസ് ചുമത്താനാകില്ല എന്നാണ് ജഡ്ജി വ്യക്തമാക്കിയത്. ഭരണകൂടം അതിനെ പിഴയായി വിശേഷിപ്പിച്ചുവെങ്കിലും കോടതി അതിനെ നികുതിയായാണ് കണ്ടത്. അതോടെ ട്രംപിന്റെ മറ്റൊരു നിർണായക നീക്കവും നിയമപരമായ തിരിച്ചടിയിലായി. ഈ വിധിയുടെ പ്രാധാന്യം H-1B വിസയേക്കാൾ വലുതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ട്രംപ് ഭരണകൂടം പ്രസിഡന്റിന്റെ അധികാര പരിധി വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന വിമർശനം ശക്തമായിരുന്നു. കുടിയേറ്റ വിഷയങ്ങളിൽ നിന്നും വ്യാപാര തീരുവകളിലേക്കും എക്സിക്യൂട്ടീവ് ഉത്തരവുകളെ രാഷ്ട്രീയ ആയുധമാക്കിയാണ് പല നയങ്ങളും മുന്നോട്ട് പോയത്. എന്നാൽ അമേരിക്കൻ ഭരണഘടനയിൽ പ്രസിഡന്റിനേക്കാൾ ഉയരത്തിൽ നിയമവ്യവസ്ഥയും കോൺഗ്രസും നിലകൊള്ളുന്നുവെന്ന ഓർമ്മപ്പെടുത്തലായി മാറുകയാണ് ഈ വിധി. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇത് ട്രംപിന്റെ പരാജയം മാത്രമല്ല, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ പ്രതിരോധ ശേഷിയുടെ തെളിവ് കൂടിയാവുകയാണ്. ഒരു നേതാവിന് തിരഞ്ഞെടുപ്പിൽ ജയിക്കാം, അധികാരം നേടാം, ലോകത്തെ സ്വാധീനിക്കാം. പക്ഷെ നിയമത്തിന്റെ ചട്ടക്കൂടിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ സംവിധാനങ്ങൾ തിരിച്ചടി നൽകും. അതിനാൽ H-1B ഫീസിന്റെ കഥ ഒരു വിസയുടെ കഥയല്ല. അധികാരം എത്ര ശക്തമായാലും അതിന് അതിരുകൾ ഉണ്ടെന്നും ആ അതിരുകൾ വരയ്ക്കുന്നത് ജനാധിപത്യത്തിന്റെ സ്ഥാപനങ്ങളാണെന്നും ഓർമ്മിപ്പിക്കുന്ന രാഷ്ട്രീയ പാഠം കൂടിയാണ്. വൈറ്റ് ഹൌസിൽ എഴുതപ്പെട്ട ഒരു ഉത്തരവ് ഒടുവിൽ കോടതി മുറിയിൽ തിരുത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി.